ജീവൻ മുക്തി വിവേകം, 1-ാം അധ്യായം, ജീവൻ മുക്തി പ്രമാണ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ഗുണാതീത ലക്ഷണം. ഗൃഹധനാദി സമ്പാദന പ്രയത്ന രൂപത്തിലുള്ള ആരംഭവും മുക്തൻ ഉപേക്ഷിക്കേണ്ടതാണ്. ആരംഭം എന്തു തന്നെയായാലും ദോഷയുക്തമാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്നത് നോക്കുക. സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ. 18-ാം അധ്യായം 49. അഗ്നി പുക കൊണ്ട് മൂടിയിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തിയും ദോഷാവൃതമാണ്. വിവിധിഷാ സന്യാസികൾ മാത്രമേ പ്രണാമാദിയും ആചരിക്കേണ്ടതായുള്ളൂ. വിവിധിഷാ സന്യാസി സമാധാനധർമ്മിയായ മറ്റൊരു സന്യാസിയെ കണ്ടാൽ പ്രണമിക്കേണ്ടതാണ്. ഇവിടെ തന്നെയും വിവിധിഷാ സന്യാസിയാണ്, സമാനധർമ്മിയാണ് എന്നിത്യാദി ചിന്തകൾ ചിത്തവിക്ഷേപത്തിന് കാരണമായി തീരുന്നു. ഇക്കാരണത്താൽ പ്രണാമത്തിൻ്റെ കാര്യത്തിൽ തന്നെ സന്യാസിമാർ പരസ്പരം കലഹിക്കുന്നതായി കാണുന്നു. വാർത്തികകാരനായ ശ്രീ സുരേശ്വരാചാര്യർ ഇതിൻ്റെ കാരണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യമനിയമാദി സാധനകളിൽ ശ്രദ്ധയില്ലാത്തവരും ബാഹ്യ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരും ലുബ്ധന്മാരുമായ സന്യാസിമാരെ കലഹോത്സുകന്മാരായി കാണുവാനുണ്ട്. കർമ്മഗതി കൊണ്ട് ദുഷിതാശയന്മാരാണ് അവരെന്നേ കരുതാനുള്ളൂ. ഗുണാതീതനായ ജീവൻ മുക്തന് നമസ്കാരാദി കാര്യങ്ങൾ പോലും ഒഴിഞ്ഞു പോകുന്നു എന്ന് ഉപദേശ സാഹസ്രിയിൽ ശ്രീ ശങ്കര ഭഗവത്പാദർ പ്രഖ്യാപിക്കുന്നു. നാമാദിഭ്യഃ പരേ ഭൂമ്നി സ്വരാജ്യേ ചേത് സ്ഥിതോ ദ്വയേ പ്രണമേത് കം തദാത്മജ്ഞോ ന കാര്യം കർമ്മണാ തദാ. 17:64. നാമരൂപങ്ങൾക്കുപരി വിളങ്ങുന്നതും സർവസമ്പൂർണവുമായ സ്വർഗരാജ്യമാണ് മുക്തി. അവിടെ എത്തി നിന്ന് ആത്മസ്വരൂപത്തെ അറിയുന്നയാൾ പിന്നെ ആരെ നമസ്കരിക്കുവാനാണ്? കർമ്മത്തിന് അവിടെ പ്രസക്തിയേ ഇല്ലല്ലോ. ചിത്തകാലുഷ്യമുളവാക്കുമെന്ന് കരുതിയാണ് ഇവിടെ നമസ്കാരത്തെ പ്രതിഷേധിച്ചിരിക്കുന്നത്. സർവസാമ്യഭാവനയോടുകൂടി ചിത്തപ്രസാദ ഹേതുകമായ നമസ്കാരം ആകാവുന്നതേയുള്ളൂ. ഒരിക്കൽ കൂടി വായിക്കാം. സർവസാമ്യഭാവനയോടുകൂടി ചിത്തപ്രസാദ ഹേതുകമായ നമസ്കാരം ആകാവുന്നതേയുള്ളൂ. ഭാഗവതത്തിൽ അത് അനുവദിച്ചിട്ടുണ്ട്. സർവകാരണമായ ഈശ്വരൻ തന്നെയാണ് ജീവരൂപത്തിൽ ജന്തുക്കളിൽ കുടികൊള്ളുന്നത്. ഈ ഭാവനയോടുകൂടി ശ്വാവ്, ചണ്ടാലൻ, പശു, കഴുത എന്നിത്യാദി എന്തിനേയും സാഷ്ടാംഗം പ്രണമിക്കാവുന്നതാണ്. ജീവൻ മുക്തൻ സ്തുതിക്കാറില്ലെന്ന് പറഞ്ഞല്ലോ. മനുഷ്യസ്തുതി ഉപേക്ഷിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഈശ്വരസ്തുതി കൈവെടിയണമെന്നില്ല. പണം വേണമെന്ന് കൊതിക്കുന്നവൻ ആദരവോടുകൂടി ഒരു ധനികനെ എങ്ങനെ സ്തുതിക്കുന്നുവോ അതുപോലെ ജഗദീശ്വരനെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ ആരാണ് സംസാര ബന്ധത്തിൽ നിന്നും മോചിക്കാത്തത്? ജീവൻ മുക്തൻ സദാ അക്ഷീണനായും അധീനനായും വർത്തിക്കുന്നു. ഭക്ഷണം പോലും യഥാസമയം ലഭിച്ചെന്നു വെച്ച് വിഷാദമില്ല, ലഭിച്ചില്ലെന്നു വെച്ച് വിഷാദമില്ല, ലഭിച്ചുവെന്ന് വെച്ച് വിശേഷിച്ചൊട്ടു സന്തോഷവുമില്ല. രണ്ടും ഈശ്വരേച്ഛയ്ക്ക് അധീനമെന്നു കരുതി സമബുദ്ധി പുലർത്തുന്നു. വിധി നിഷേധങ്ങൾക്കപ്പുറമെത്തുമ്പോഴാണ് കർമ്മക്ഷയം വരുന്നത്. ത്രിഗുണാതീതമായ മാർഗത്തിൽ ചരിക്കുന്നവർക്ക് വിധിയെന്ത്, നിഷേധമെന്ത്? ഇതുതന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്ണോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അർജുന, വേദങ്ങൾ ത്രിഗുണമണ്ഡലത്തിൽ ഒതുങ്ങുന്നവയാണ്. ത്രിഗുണാതീതനായി തീരാനാണ് നീ ശ്രമിക്കേണ്ടത്. ഭേദബുദ്ധികളെല്ലാം ഉപേക്ഷിക്കൂ. സദാ ആത്മനിഷ്ഠനായി ഭവിക്കൂ. സുഖദുഃഖങ്ങളിൽ ഉദാസീനനായി വർത്തിക്കൂ. പ്രപഞ്ച സത്യത്തെ ആത്മാവായി ദർശിക്കൂ.
വിഷ്ണു പുരാണത്തിലും ഇങ്ങനെ കാണുന്നു. എപ്പോഴും വിഷ്ണുവിനെ സ്മരിക്കണം. വിഷ്ണുവിനെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. മറ്റെല്ലാ വിധി നിഷേധങ്ങളും ഈ വിധി നിഷേധങ്ങളുടെ കിങ്കരന്മാർ മാത്രമാണ്. പാമ്പിനെ പോലെ ജനക്കൂട്ടത്തെ ഭയപ്പെടണം. മരണത്തെപ്പോലെ ആദരാഞ്ജലികളെ വെറുക്കണം. മൃതശരീരത്തെ പോലെ സ്ത്രീകളെ അകറ്റണം. ഇതൊക്കെ നേടിക്കഴിഞ്ഞയാളാണ് ബ്രാഹ്മണൻ. ഒന്നിലധികം പേരൊരുമിച്ചാൽ ലോകകാര്യങ്ങളാവും പിന്നെ ചർച്ചാവിഷയം എന്നുള്ളത് കൊണ്ടാണ് ജനക്കൂട്ടത്തെ ഭയപ്പെടണമെന്ന് കരുതുന്നത്. ആദരാഞ്ജലികൾ കാരണം കൂടാതെ പുരുഷാർത്ഥത്തെ തടയും. അതുകൊണ്ടാണ് അവയെ മരണത്തെ എന്ന പോലെ വെറുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്മൃതി ഘോഷിക്കുന്നത്, അസമ്മാനാത്തപോ വൃദ്ധി സമ്മാനാത്തു തപക്ഷയ അർച്ചിത പൂജിതോ വിപ്രോ അതുഗ്ധ ഗൗരിവ സീദതി. അപമാനം കൊണ്ട് തപസ് വർദ്ധിക്കുന്നു. മറ്റുള്ളവരുടെ ആദരവ് കൊണ്ട് തപസ് ക്ഷയിക്കുന്നു. മറ്റുള്ളവരാൽ അർച്ചിതനും പൂജിതനുമാകുന്ന ബ്രാഹ്മണൻ സമയത്ത് പാലു കറന്നെടുക്കാത്ത പശുവിനെ പോലെ ദുഃഖിക്കാനിടവരുന്നു. അതുകൊണ്ട് ഒരു യോഗി ജനസംഘത്തിൽ പെട്ടുപോകാതെ അപമാനത്തെ ഭയപ്പെടാതെ സ്വധർമ്മം ആചരിക്കേണ്ടതാണ്. പ്രതിഷിദ്ധമെന്നും ജുഗുപ്സിതമെന്നും സ്ത്രീദോഷം രണ്ടു വിധം. അതിൽ പ്രതിഷിദ്ധ ദോഷം രാഗം കൊണ്ടും പ്രാരബ്ധ ബലം കൊണ്ടും ബാധിക്കാൻ ഇടയായേക്കും. അതുകൊണ്ടാണ് സ്മൃതി മാതാവ്, സഹോദരി, പുത്രി എന്നിവരുമായി വിവിക്താസനാകരുതെന്ന് അനുശാസിക്കുന്നത്. ഇന്ദ്രിയ സമൂഹം അത്ര കണ്ട് ബലവത്താണ്. അത് വിദ്വാനെ പോലും പാട്ടിലാക്കി പതിപ്പിക്കുന്നു. സ്ത്രീജനങ്ങളിൽ ജുഗുപ്സാദോഷവും സ്മൃതികൾ വർണ്ണിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിനും സദാ ശ്രവിക്കുന്ന വ്രണത്തിനും ഭേദമില്ലെങ്കിലും കേവലം ഭാവനാഭേദം കൊണ്ട് മിക്കവാറും ജനങ്ങൾ വഞ്ചിതരായിത്തീരുന്നു. ഇങ്ങനെ പ്രതിഷിദ്ധ ജുഗുപ്സാ ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് സ്ത്രീയെ മൃതശരീരത്തെപ്പോലെ അകറ്റണമെന്ന് സ്മൃതി പറയുന്നത്. ഇവയെല്ലാം കാമവികാരത്തെ ജയിക്കാനുള്ള നിർദ്ദേശങ്ങളാണെന്ന് ധരിക്കേണ്ടതാകുന്നു. വെറും ലൗകികന് ഏകാഗിയായിരിക്കുന്നത് ഭയ ആലസ്യങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് അയാൾ ജനസമൂഹത്തെ ആശ്രയിക്കുന്നു. ഏകാഗിയായിരിക്കുന്ന യോഗിക്ക് അനന്തമായ ആകാശം പോലെ പൂർണ്ണ ചിദാനന്ദം അനുഭവ വിഷയമായിത്തീരുന്നു. നേരെ മറിച്ച് ജനസമൂഹം അദ്ദേഹത്തിന് ശുദ്ധശൂന്യമായും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഏകാന്ത യോഗിക്ക് ഭയ ആലസ്യ ശോകമോഹങ്ങളുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഈശാവാസ്യ ഉപനിഷത്തിന്റെ പ്രഖ്യാപനം കേൾക്കുക. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂദ്വിജാനതഃ തസ്യ കോ മോഹഃ കശോക ഏകത്വമനുപശ്യതഃ. യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂദ്വിജാനതഃ തത്ര കോ മോഹഃ കശോക ഏകത്വമനുപശ്യതഃ. സത്യദർശി എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപമായി അറിയുന്നു. എല്ലാം ഒന്നായി കാണുന്ന അദ്ദേഹത്തിൽ ശോകമോഹങ്ങൾക്ക് എന്താണ് പ്രസക്തി? ജനസങ്കുലമായ ദേശം ലോകകാര്യ ചർച്ച കൊണ്ട് സമാധിക്ക് പറ്റിയതേയല്ല. അത് ആത്മാനന്ദത്തെ തടയുന്നു. അതുകൊണ്ട് ശൂന്യദേശം പോലെ അത് യോഗി ചിത്തത്തെ ക്ലേശിപ്പിക്കുന്നു. യോഗിക്ക് ആത്മാവ് മാത്രം പൂർണ്ണ സത്യവും ജഗത്ത് മിഥ്യയുമാണ്. അതിവർണാശ്രമി. സൂതസംഹിതയിലുള്ള മുക്തഖണ്ഡത്തിലെ 5-ാം അധ്യായത്തിൽ വിഷ്ണുവിന് പരമേശ്വരൻ അതിവർണാശ്രമിയെ വർണ്ണിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, അതിവർണാശ്രമി, ഇതാണ് ജീവിതക്രമം. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, അതിവർണാശ്രമി, ഇതാണ് ജീവിതക്രമം. ഈ ക്രമം ഉത്തരോത്തരം ശ്രേഷ്ഠതയെ കാണിക്കുന്നു. മറ്റെല്ലാവരുടെയും ഗുരുവാണ് അതിവർണാശ്രമി. അദ്ദേഹം ആരുടെയും ശിഷ്യനായി വർത്തിക്കുന്നതുമില്ല.
ഗുരുക്കന്മാരുടെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ കവിഞ്ഞോ തത്തുല്യനായോ ഈ ലോകത്ത് മറ്റാരും ഉണ്ടായിരിക്കുന്നില്ല. ദേഹാദിയിൽ നിന്നൊക്കെ ഭിന്നവും സർവസാക്ഷിയും സ്വയം പ്രകാശവും ആനന്ദസ്വരൂപവും പരമാർത്ഥ വിജ്ഞാനവുമായ പരതത്വത്തെ ആരറിഞ്ഞനുഭവിക്കുന്നുവോ അദ്ദേഹമാണ് അതിവർണാശ്രമി. ഉപനിഷത്തുകളിലെ മഹാവാക്യ ശ്രവണവേളയിൽ തന്നെ ആര് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനായി ഭവിക്കുന്നുവോ അദ്ദേഹമാണ് അതിവർണാശ്രമി. അദ്ദേഹം വർണ്ണാശ്രമരഹിതനും അവസ്ഥാത്രയ സാക്ഷിയുമായ മഹാദേവനെ നല്ലവണ്ണം അറിയുന്നു. വർണ്ണാശ്രമധർമ്മങ്ങൾ മായ കൊണ്ട് ദേഹത്തെ ആശ്രയിച്ചുണ്ടാകുന്ന ഭ്രമങ്ങളാണ്. വർണ്ണാശ്രമധർമ്മങ്ങൾ മായ കൊണ്ട് ദേഹത്തെ ആശ്രയിച്ചുണ്ടാകുന്ന ഭ്രമങ്ങളാണ്. ബോധസ്വരൂപമായ ആത്മാവിൽ അവയൊന്നും തന്നെയില്ല. അതിവർണാശ്രമി ഇക്കാര്യം നല്ലവണ്ണം അറിയുന്നു. സൂര്യൻ്റെ മുമ്പിൽ ലോകം ചേഷ്ടിക്കുന്നു, അതുപോലെ ഞാനുള്ളതുകൊണ്ട് എല്ലാം ചലിക്കുന്നു. വേദാന്തമറിഞ്ഞ അതിവർണാശ്രമയുടെ അനുഭവമാണിത്. സ്വർണത്തിൽ ഹാര കേയൂരാദി ആഭരണ രൂപങ്ങൾ കൽപ്പിക്കപ്പെടുന്നു. അതുപോലെ ജഗത്ത് തന്നിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നയാളാണ് അതിവർണാശ്രമി. മുത്തുച്ചിപ്പിയെ വെള്ളിയായി ഭ്രമിക്കുന്നത് പോലെ ലോകം എന്നെ ജഗത്തായി ഭ്രമിക്കുന്നു. ചണ്ടാലദേഹത്തിലും മൃഗദേഹങ്ങളിലും ബ്രഹ്മാവിലുമൊക്കെ താരതമ്യേന സ്ഥിതി ചെയ്യുന്നതായി തോന്നുന്ന ഞാൻ ആകാശം പോലെ സർവത്ര പരിപൂർണനാണ്. എനിക്ക് ഒന്നിനോടും വിശേഷിച്ച് ഒരു ബന്ധവുമില്ല. ഞാൻ ഏകരൂപനും പരമാനന്ദ സ്വരൂപിയുമാണ്. ഇതാണ് അതിവർണാശ്രമിയുടെ സാക്ഷാത്കാരം. പുതുദേശത്തിൽ ദിഗ്ഭ്രമം വന്നയാൾക്ക് വസ്തുത ഗ്രഹിച്ചു കഴിഞ്ഞാലും ഭ്രമം അല്പകാലം കൂടി നിലനിൽക്കുന്നതുപോലെ. ഒരിക്കൽ കൂടി വായിക്കാം. പുതുദേശത്തിൽ ദിഗ്ഭ്രമം വന്നയാൾക്ക് വസ്തുത ഗ്രഹിച്ചു കഴിഞ്ഞാലും ഭ്രമം അല്പകാലം കൂടി നിലനിൽക്കുന്നതുപോലെ ജഗത്ത് എൻ്റെ മുമ്പിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നമെന്ന പോലെ ജാഗ്രത്തും എന്നിൽ മായാസൃഷ്ടിയാണ്. ഈ ഭാവമുള്ള അതിവർണാശ്രമിക്ക് ആത്മദർശനത്തോടെ വർണ്ണാശ്രമധർമ്മങ്ങൾ വിട്ടകലുന്നു. അദ്ദേഹം സദാ ആത്മനിഷ്ഠനായി വർത്തിക്കുന്നു. ദേഹം, പ്രാണൻ, മനസ്സ്, അഹങ്കാരം, ചിത്തം, മായ, ആകാശാദി പഞ്ചഭൂതം ഇവയെല്ലാം കേവലം ഭ്രമകൽപ്പിതങ്ങളെന്ന് അദ്ദേഹം അനുഭവിച്ചറിയുന്നു. താൻ കർത്താവോ ഭോക്താവോ ഭോജയിതാവോ അല്ല. കേവലം ബോധാനന്ദ സ്വരൂപമായ ബ്രഹ്മമാണ് ഞാൻ. ജലം ചലിച്ചാൽ പ്രതിബിംബ സൂര്യൻ ചലിക്കുന്നു. അതുപോലെ അഹങ്കാരാദി ജഡപ്രതിഭാസങ്ങൾ ചലിക്കുമ്പോൾ ആത്മാവും ചലിക്കുന്നതായി തോന്നുന്നു. അതുകൊണ്ട് ജഡധർമ്മങ്ങളായ വർണ്ണങ്ങളും ആശ്രമങ്ങളും എന്നിൽ വെറുതെ ആരോപിച്ചിരിക്കുകയാണ്. എനിക്ക് വിധി നിഷേധങ്ങളില്ല, വർജ്യാവർജ്യങ്ങളില്ല, മറ്റു ഭേദകൽപ്പനകളൊന്നും എന്നെ ബാധിക്കുന്നില്ല. മായാമോഹിതന്മാരായ അജ്ഞാനികൾക്ക് ആത്മവിജ്ഞാനികളുടെ ഈ നിഷ്ഠ ധരിക്കാൻ സാധ്യമല്ല. ബ്രഹ്മവിജ്ഞാനികളുടെ സ്വതസിദ്ധമായ ഈ നില മാംസചക്ഷുസ്സുകൾക്ക് വിഷയമാകുന്നതല്ല. ജനങ്ങൾ ഉറങ്ങുന്നിടത്ത് അതിവർണാശ്രമി ഉണർന്നിരിക്കുന്നു. അവിടെ ജനങ്ങൾക്ക് ഉറക്കമാണ്. രണ്ടില്ലാത്തതും നിരാകാരവും നിരഞ്ജനവും നിത്യശുദ്ധവും നിരാഭാസവും സച്ചിന്മാത്രവും പരമാനന്ദവുമാണ് ആത്മാവ്. ഇക്കാര്യം വേദാന്തം കൊണ്ടറിഞ്ഞ് സ്വാനുഭവം കൊണ്ട് തെളിഞ്ഞയാളാണ് അതിവർണാശ്രമി. അദ്ദേഹമാണ് ഉത്തമഗുരു. ഇങ്ങനെ ശ്രുതിയും ജീവൻ മുക്തനെയും സ്ഥിതപ്രജ്ഞനെയും ഗുണാതീതനെയും ബ്രാഹ്മണനെയും അതിവർണാശ്രമിയെയും ഭഗവത് ഭക്തനെയും വർണ്ണിക്കുന്ന സ്മൃതിവാക്യങ്ങളും ജീവൻ മുക്തി സാധ്യമെന്നുള്ളതിന് പ്രമാണങ്ങളാണ്. ജീവൻ മുക്തി പ്രമാണ പ്രകരണം സമാപ്തം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. അടുത്ത അധ്യായം വാസനാക്ഷയ പ്രകരണം.